ഒരാളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവരെ കയറി ചൊറിഞ്ഞു പൊട്ടിച്ച് തോപ്പിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ നാറിയ പ്രവൃത്തിയൊന്നും മറ്റൊന്നും ഇല്ല. ഡിസ്ട്രാക്ട് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു മോട്ടീവോടെ അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് പുച്ഛം മാത്രമാണ്. ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഈ പറയുന്നത് ലൈവ് കണ്ടവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എതിരാളികളെ ബഹുമാനിക്കുക, അതൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നന്ദനയ്ക്കും സായിക്കും സിജോയ്ക്കും ഒന്നും ഇല്ല എന്നവര് തെളിയിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ടാസ്കോടെ. ജിൻഡോ ടാസ്ക് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജിൻഡോ ചേട്ടാ കൈ നേരെയല്ല, വിരള നിവർത്ത് ജിൻഡോ ചേട്ടാ കൈ നേരെയല്ല, നേരെ വെക്ക്, കൈ പോകുന്നു, കൈ വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വെറുപ്പിക്കലായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആര് വന്നപ്പോഴും ഇല്ലാത്ത ചൊറിച്ചിലും കമന്ററിയാണ് ജിൻഡോ വന്നപ്പോൾ കണ്ടത്. അതെന്താ ജിൻഡോ കളിക്കുമ്പോൾ മാത്രം ഇവരിങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് എന്നെ കൊമ്പുണ്ടോ? അല്ല, ആരുടെയൊക്കെ കൈ മടങ്ങിയിട്ട് ഇവർ ഇതുപോലെ സൂക്കേട് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജിൻഡോ മടക്കുമ്പോൾ മാത്രം. ഇപ്പം ജിൻഡോ എന്നല്ല, ആര് കൈ മടക്കിയാലും ഫൗള് തന്നെയാണ്. ഓക്കെ, ആ ലെവല് മോണിറ്ററിങ് നടത്തി ഓരോരുത്തരെയും പുറത്താക്കാതെ ജിൻഡോയെ മാത്രം എന്തുകൊണ്ട് ഇവര് പുറത്താക്കാൻ ശ്രമിക്കുന്നു? നന്ദനയും ആങ്ങളമാരും അനാവശ്യ കുറ്റം കണ്ടുപിടിച്ച് ജിൻഡോയുടെ കുരു പൊട്ടിച്ച് അങ്ങനെ തോപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിലും വലിയ തെളിവൊന്നും തന്നെ ഇല്ല. ശ്രീധുവിന്റെയും ജാസ്മിന്റെയും പിന്നെ ഈ പറയുന്ന സിജോയുടെയും വരെ കൈ മടങ്ങിയത് ഞാൻ കണ്ടതാണ്. എല്ലാം ഫൗള് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ ജിൻഡോ ലൈറ്റ് ആയിട്ടൊന്ന് കൈ മടക്കിയപ്പോ വരെ അത് അവർക്ക് ആന പ്രശ്നമാണ്. സായിയും അഭിഷേകും ഒക്കെ കൈ മടക്കി, അപ്പോഴൊന്നും നന്ദന ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടില്ല. നന്ദനയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് നന്ദനെ ഇങ്ങനെ എടുത്ത് പറയുന്നത്. കണ്ണ് തന്നിരിക്കുന്നത് എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ തനിക്ക് താല്പര്യമുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും കണ്ണടച്ച് ഇരുട്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അത് നന്ദനെ ആദ്യം മനസ്സിലാക്കണം. എന്തായാലും അഭിഷേകിന്റെയും അർജുനെയും തൂക്കി ജിൻഡോ ഈ ഒരു ടാസ്ക് ജയിച്ചിട്ടുണ്ട്. 12 മിനിറ്റുകൾ അതും പിടിച്ചുകൊണ്ട് നിന്നു. അയാൾ അത്രയും ഹരാസ് ചെയ്തിട്ടും ഇറിറ്റേറ്റ് ചെയ്തിട്ടും പതറിയില്ല. അത് ആത്മസംയമനം പാലിച്ചു തന്നെ അവിടെ നിന്നു. എടുത്തു പറയണം. ബിഗ് ബോസ് തന്നെ ആശ്ചര്യത്തോടെ ചോദിച്ചു എന്താണ് ജിൻഡോ ഇത് എന്ന്. കാരണം അത്രയും അംഗം വെട്ടായിരുന്നു നന്ദനയും ആങ്ങളമാരും പിന്നെ ഋഷിയും ഒക്കെ ചേർന്നിട്ട് ജിൻഡോയെ വളഞ്ഞിട്ടടിയായിരുന്നു. അവരുടെയൊക്കെ കിളി പറത്തുന്ന കാഴ്ചയായിരുന്നു ജിൻഡോയുടെ ഈ ഒരു ടാസ്കിലെ വിജയം. 12 മിനിറ്റുകൾ. അഭിഷേകും അർജുനും ഒക്കെ 8 മിനിറ്റിൽ നിന്നു. വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അർജുൻ അഭിഷേകിനെ കടത്തി വെട്ടിയത്. ജിൻഡോ 12 മിനിറ്റുകളാണ് നിന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്